യദ്യദാചരതി ശ്രേഷ്ഠാഃ തത്തദേവേതരോ ജനഃ സയത്പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 21-ാം ശ്ലോകമാണിത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്നോ, ശ്രേഷ്ഠ പുരുഷർ എന്തു ചെയ്യുന്നു അതുതന്നെ മറ്റുള്ളവരും അനുകരിക്കുന്നു. അവർ എന്തു മാനദണ്ഡം പാലിക്കുന്നുവോ അതുതന്നെ മറ്റുള്ളവരും പിന്തുടരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാലിക്കുന്ന ആദർശം, മനോഭാവം, കാഴ്ചപ്പാട്, ധാർമ്മികത എന്നിവയാണ് ഒരു മനുഷ്യനെ ശ്രേഷ്ഠ പുരുഷനാക്കുന്നത്. ഒരു ഉത്തമ പുരുഷൻ പരക്കെ ബഹുമാനിക്കപ്പെടുന്നു. അവൻ ജനങ്ങളെ സ്വാധീനിക്കുന്നു. മറ്റുള്ളവർക്ക് അവൻ മാതൃകയാകുന്നത് കൊണ്ട് തന്നെ അവൻ തൻ്റെ പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരിക്കണം. നാം നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നുണ്ടല്ലോ, നമ്മുടെ പ്രവർത്തികളെ ന്യായീകരിക്കാൻ വേണ്ടി മഹാന്മാരെ മാതൃകയാക്കുന്നത്. അർജുനൻ ഒരു വില്ലാളി വീരനായിരുന്നു, ക്ഷത്രിയനായിരുന്നു. തൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നത് തന്നെയായിരുന്നു. യുദ്ധത്തിൻ്റെ വരുംവരായികകൾ ഓർത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറുമ്പോൾ തന്നെ മാതൃകയാക്കുന്നവർക്ക് അതൊരു തെറ്റായ സന്ദേശമാകും എന്ന് പറഞ്ഞാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ ശ്ലോകം നമ്മുടെ നിത്യജീവിതത്തിലും വളരെ പ്രാധാന്യമാകുന്നു. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വ്യക്തിയല്ല നമ്മളെങ്കിലും ജീവിതത്തിലെ പല ഘട്ടത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു. അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് അച്ഛനമ്മമാർ മാതൃകയാകുന്നു. വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ മാതൃകയാകുന്നു. നല്ല വ്യക്തിത്വം കൊടുക്കാനും അവരെ നല്ല പാതയിലൂടെ നയിക്കാനും നമുക്ക് സാധിക്കണം. യദ്യദാചരതി ശ്രേഷ്ഠാഃ തത്തദേവേതരോ ജനഃ സയത്പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. നന്ദി.